ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദോശ ഇസ് ബിസി വിത്ത് ചട്നി. അപ്പം മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, കുറേ മുന്നുള്ള വീഡിയോയിലാണ് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് ഉള്ളതെന്ന്. പിന്നെ ഷോർട്സ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാരണം എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് ലോങ് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ചില സ്ഥലങ്ങളിൽ നമ്മൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരും, അങ്ങനെ ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞങ്ങളുള്ളത് ഇന്നല്ല കേട്ടോ, കഴിഞ്ഞ 3 ആഴ്ചയോളമായിട്ട് ഞങ്ങളുള്ളത് വാൾപോളിലാണ്. അതായത് പെർത്തിലാണ് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയത്. എന്നിട്ട് അവിടുന്ന് ബസ്സിലൊരു 9 hour ട്രാവൽ ചെയ്തിട്ടാണ് 7 to 8 hours ട്രാവൽ ചെയ്തിട്ട് ഇവിടെ എത്തിയത്. ഇതൊരു വലിയ പ്രോപ്പർട്ടിയാണ്, ഒരു വലിയ സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളുടെ സ്വന്തം മോഹൻജീൻ്റെ ഓസ്ട്രേലിയയിലുള്ള MCBയിലാണ്, മോഹൻജി സെൻറ്റർ ഓഫ് ബിനോവലൻസ്, അവിടെയാണ് ഉള്ളത്. കുറേ ദിവസമായിട്ട് ഞങ്ങൾ താമസിക്കുന്നവിടെ. ഇതാണ് ഞങ്ങളുടെ കോട്ടേജ്. ഇതുപോലെ കുറേ കോട്ടേജ് ഉണ്ട്. അപ്പം ഞാൻ വെച്ച് വേഗം ഒരു കുഞ്ഞി ഷോർട്ട് ടൂർ തരാമെന്ന്. നമ്മളുടെ ഇത് എന്താ പറയുക, നമ്മളുടെ തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഒരു ഫുൾ പ്രോപ്പർട്ടി ടൂറായിരിക്കും. കാരണം കാലാവസ്ഥ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കറക്റ്റായിട്ട്. അപ്പം ഞങ്ങൾ പോകുന്നത് ആക്ച്വലി മറ്റന്നാളാണ്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് നാട്ടിലെത്തിയിട്ടായിരിക്കും ഞാൻ തരുന്നുണ്ടാവുക. തണുപ്പാണ്, പിന്നെ മഴ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പം ഞാൻ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോകുന്നതിന് മുന്നേ ഇതൊന്ന് കവർ ചെയ്യാം. അപ്പം നമ്മളുടെ കോട്ടേജ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 6-7 കോട്ടേജ് ഉണ്ട് ഇവിടെ. നല്ല നല്ല സുഖമുള്ള, നമ്മളൊരു വെക്കേഷനൊക്കെ വരുന്ന പോലെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു കുഞ്ഞി കിച്ചൺ. പിന്നെ ഇത് വീഡിയോ എടുക്കുന്നത് എൻ്റെ ഷുഗർ ചേട്ടനാണ് കേട്ടോ, ഷുഗറാണേ. പിന്നെ ഇത് നമ്മൾ പോകാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പം സാധനങ്ങളൊക്കെ ഇങ്ങനെ മറ്റന്നാൾ പോവാണ്. അപ്പം ഇത്രയും 1-1.5 മാസം ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു 3 ആഴ്ചയ്ക്ക് മേലെ നമ്മൾ നിന്നാറിയല്ലോ, സാധനങ്ങളൊക്കെ പരത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി. അപ്പം ഇത് ലൈക്ക് ലിവിങ് റൂം കം ഡൈനിങ്. പിന്നെ ഇത് ഒരു ബെഡ്റൂം. പിന്നെ ഇത് വേറൊരു ബെഡ്റൂമാണ്. ഇവിടെ നമ്മൾ സാധനങ്ങൾ സ്പ്രെഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. കാരണം എളുപ്പത്തിന്, അത് ഷുഗറിൻ്റെ ഡ്രസ്സ്, ഇത് എൻ്റെ ഡ്രസ്സ് എന്നാൽ പിന്നെ എളുപ്പത്തിന് ഇടാമല്ലോ. പിന്നെ ഞങ്ങളുടെ ട്രോളിയും കാര്യങ്ങളൊക്കെയാണ്. ഇത് ആക്ച്വലി 2 ബെഡ്റൂമാണ്. നല്ല സുഖമുള്ള, നല്ല എന്താ പറയുക, നല്ല ബാക്ക് ഹീറ്റ് ചെയ്യാൻ പറ്റിയ ഹീറ്റർ ഉണ്ട്. വരുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു. അപ്പം അതാണ് നമ്മളുടെ കുഞ്ഞി ഒരു മിനി ടൂർ, നമ്മളുടെ കോട്ടേജിൻ്റെ ഒരു മിനി ടൂർ. ഇനി നമുക്ക് പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അയ്യോ, പോവാ. പിന്നെ ബാത്റൂം, ഇത് ടോയ്ലറ്റ് തുറന്ന് കാണിച്ചിട്ടുണ്ടല്ലോ. നല്ല സൂപ്പർ, നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മളുടെ കോട്ടേജിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതൊരു വലിയ വീഡിയോ ആയിരിക്കും കേട്ടോ. ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. എന്താ പറയുക, വലിയ ഫുൾ കങ്കാരുവിൻ്റെ അപ്പിയാണ്. ഫുൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. നമ്മളിങ്ങനെ രാത്രി വരുമ്പോൾ ഇവരിങ്ങനെ സ്റ്റാച്യു മാതിരി നിൽക്കുവേ, പെട്ടെന്നായിരിക്കും ചാടി പോവുക. അപ്പോൾ ഇത് ഫുൾ ഈ പ്രോപ്പർട്ടീൻ്റെ ഭാഗമാണ്. പിന്നെ അങ്ങോട്ടൊക്കെ വഴിയുണ്ട് കേട്ടോ. യു വാണ്ട് ഗോ ത്രൂ ദാറ്റ് ഓർ ദിസ്? ഇന്നാണ്ട് നിൽക്കുക. മഴ പെയ്യുന്നതിന് മുന്നേ ഇത് എത്രത്തോളം എനിക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ മാക്സിമം ഞാൻ ഈ സ്ഥലം കാണിച്ചു തരാവുന്ന അത്രയും കാണിച്ചു തരാം. കങ്കാരുവിനെ കണ്ടോ? അതാ അവിടെ സ്റ്റാച്യു പോലെ നിൽക്കുന്ന കങ്കാരുവിനെ കണ്ടോ? ഓസ്ട്രേലിയ വന്നിട്ട് ഞങ്ങൾ പെർത്ത് പോയി. സിഡ്നിയിൽ നിന്ന് കുറച്ച് കണ്ടു പോകുന്ന വഴിക്ക്, അതും അടുത്തുനിന്നൊന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ ഈ സ്ഥലത്തിന് ചുറ്റും കങ്കാരുവാണ്. കങ്കാരു. Can you zoom and show them കങ്കാരു? അടുത്തോട്ട് പോയാൽ ചിലപ്പോൾ ചാടിപ്പോവും. ഞാൻ വേണം കാണിച്ചു തരാം.
ഞാനും ആദ്യമായിട്ട് എത്ര അടുത്ത് കങ്കാരുവിനെ കാണാൻ, പക്ഷെ അത് കങ്കാരു കുട്ടി. ഓക്കെ, ലെറ്റ് ദം മീറ്റ്, വൈ ഷുഡ് ബി ഡിസ്റ്റർബ്. അങ്ങനെ ഇതാ അതൊരു കോട്ടേജാണ്, ആ കാണുന്നത് ഒരു കോട്ടേജാണ്. പിന്നെ ഒരു കോട്ടേജ് അവിടെയുണ്ട്. ഒരു കോട്ടേജ് അവിടെ ഉണ്ട്. അപ്പം 1 2 3 4 ഇത് നമ്മളെ കോട്ടേജ് 4. പിന്നെ അത് അവിടെ ഒരെണ്ണം. ഇപ്പം നമ്മളിവിടെ ഗസ്റ്റുകളൊക്കെ വരുമ്പം ഇവിടെയാണ് നിൽക്കാറ്. ഇപ്പം അറൗണ്ട് ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരില്ലേ, അപ്പോൾ അവർ ട്രാവൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരികയാണ്, നമ്മളെ മോഹൻജീൻ്റെ സൈഡിലോട്ട് വരികയാണെങ്കിൽ അവർ നേരത്തെ പറയും ഫുൾ എന്താ ഒരു ലൈക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു വീഗൻ ലാൻഡാണ് കേട്ടോ. ഇവിടെ വീഗൻ ഭക്ഷണമാണ്. ഇവിടെ മൃഗങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും സെർവ് ചെയ്യുന്നത് വീഗൻ ഐറ്റംസ് ആണ്. ഒരു വീഗൻ ലാൻഡ്, അതാണ് ഈ ലാൻഡിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മോഹൻജീൻ്റെ കോച്ച് ഇങ്ങനെ കാണാം കേട്ടോ. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾക്കിങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഇത് വായിക്കാം. അങ്ങനെ ഓരോരോ ജംഗ്ഷൻസിലായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിവിടെ ഒരു മാനുണ്ട് കേട്ടോ. 1 അല്ല 2 മാനാണ് ഉള്ളത്. ആളെ കാണാൻ കിട്ടുമോയെന്ന് അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്ന കാണാം, പക്ഷെ എപ്പോഴും കിട്ടുമോയെന്ന് അറിയില്ല. ഒരാൾ റാണിയും ഒരാൾ അമ്മുവാണ്. റാണീനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങി കാണാം. നമ്മളിങ്ങനെ ആക്ച്വലി ഈ നാഷണൽ ജോഗ്രഫിയിലും ഈ വീഡിയോസിലും അങ്ങനെയൊക്കെ കാണുന്നതല്ലേ, പക്ഷെ ഒരു മാന് പെറ്റായിട്ട് എന്ന് പറഞ്ഞാൽ എന്ത് അടിപൊളിയല്ലേ. പിന്നെ നമുക്ക് 2 അമ്പലങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ഇതാണ്, ഇത് ബാബേൻ്റെ അമ്പലമാണ്. ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ആരതി ഉണ്ടാവാറുണ്ട് രാവിലെ 6 മണി, ഉച്ച 12 മണി, വൈകുന്നേരം 6 മണി, പിന്നെ രാത്രി 8:30 ഒന്ന്. അപ്പം ഞാൻ വേഗം കാണിച്ചു തരാം. ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മളുടെ ഷിർദി സായി ബാബ ഉണ്ട്, ഗണേശൻ, നമ്മളെ മോഹൻജി ഉണ്ട്, പിന്നെ നമ്മളുടെ ഗുരുക്കന്മാരുണ്ട്. സോ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. ഇവിടുത്തെ ആരതി എന്ന് പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഒരു ഡെയിലി നിങ്ങൾക്ക് റെജുവിനേഷൻ കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ മൈൻഡിൽ. ഇപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ വരിക, ഈ മന്ത്രങ്ങളുടെ കൂടെ ജപിക്കുക. വേറെ തന്നെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ. എൻ്റെ ഫുൾ സ്റ്റേ എക്സ്ട്രാ കളർഫുള്ളാക്കി ഇതൊരു ദിവസം. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ഭയങ്കര വൃത്തിയായിട്ടാണ് കേട്ടോ. ഓരോ ദിവസം ഓരോരോ ഡ്രസ്സാണ്. കാരണം എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയൊക്കെ കാണുന്ന ആൾക്കാർ കാണുന്നുണ്ടാവും. ഫുൾ ഡിഫറെൻ്റ് എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യമായിട്ട് ഗുരുപൂർണിമ ഇവിടെ ആഘോഷിക്കാൻ പറ്റി. പിന്നെ ഇവിടെ ഒരു ഫയർ പ്ലേസ് ഉണ്ട് കേട്ടോ. ഇതിന് ദുനി എന്നാണ് പറയുക. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് മോസ്റ്റ്ലി ഒരിക്കലും അണയാറില്ല കേട്ടോ. എപ്പോഴും ഇത് ലൈറ്റിനപ്പ് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണ് നോക്കാറുള്ളത്. ഫുൾ ടൈം സീക്രട്ട് ഫയർ അല്ല ദുനി. ഓക്കെ, ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഇതിൽ ഒരുപാട് തെറ്റുകളുണ്ടാവും. തെറ്റുകളെന്ന് പറഞ്ഞാൽ ഓരോ ടേംസിൻ്റെതായിരിക്കും ഞാൻ അറിയുന്ന കാര്യങ്ങൾ. ഇവിടെ ഒരു കുഞ്ഞി ഫൗണ്ടനും കുഞ്ഞി ഗണേശുണ്ട്, കുറച്ച് മീനൊക്കെ ഉണ്ട്. ഈ വീഡിയോ ക്രെഡിറ്റ്സ് എൻ്റെ ഭർത്താവിനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുന്നു. ഇതൊരു ഭാഗമായിട്ടുള്ളൂ കേട്ടോ. ഒരു ഭാഗം പോലും ആയിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വലിയ മനോഹരമായ സ്ഥലത്ത്, ഒരു ഭാഗത്ത് കടൽ, ഒരു ഭാഗത്ത് പുഴ, അങ്ങനെ വലിയ സ്ഥലം. യു വോണ്ട് ടു ഷോ ദ കൊമേഴ്ഷ്യൽ കിച്ചൺ?
നമ്മളുടെ കൊമേഴ്ഷ്യൽ കിച്ചൺ കാണിച്ചു തരാം. ഇവിടെ ഒരു ലോണ്ട്രി ഉണ്ട്. ഇവിടെയാണ് നമ്മൾക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള, ഉള്ളോട്ട് കയറുന്നില്ല കേട്ടോ, ഒരു വലിയ കിച്ചണാണ്. നമുക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് മെയിൻ ഹൗസിലോട്ട് കൊണ്ടുപോവുക. ഞാൻ മെയിൻ ഹൗസ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവിടെ ഏറ്റവും ലാസ്റ്റൊക്കെ വെച്ചാൽ, കാരണം മഴ എങ്ങാനും പെയ്താൽ ഞാനിങ്ങനെ എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ട് വേഗം നിങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. ഞാനിവിടെ വന്നതിന് ശേഷം ഭയങ്കര വലിയ ഷെഫായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെ എന്തൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തന്നെ പഠിച്ചു. ഞാൻ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പം മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട്, മഴ ചാറുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഓടി ഒളിക്കാൻ പോലൊരു സ്ഥലമില്ല കേട്ടോ. പിന്നെ അതെത്രേനെ കാണിച്ചു തരട്ടെ, നല്ല സുന്ദരി ഭംഗിയുള്ള ദത്തയാണ്. റെയിൻ ഇത് കണ്ടോ, എന്ത് ഭംഗിയുള്ള ദത്തയാ. ഷോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത്. കാരണം ഇവിടെയും ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ആരത്തി ഉണ്ടാവും. നല്ല ഭംഗിയല്ലേ. മഴ പെയ്തു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരം എവിടെ പോവും? നമ്മൾ മഴ മാറിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ, ബാക്കിയുള്ള വീഡിയോക്ക്. മഴ പോയി, മഴ വരിക പോവാ. അതുകൊണ്ട് ഞങ്ങളൊന്ന് ബ്രേക്ക് എടുത്ത് നോക്കി ഒരു 2 മിനിറ്റിലോട്ട് കേട്ടോ. മഴേൻ്റെ വഴിക്ക് പോയി. ഇനി നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്, ഇവിടെ കുറേ പശുവുണ്ട്. കുറേ ഇല്ല, പശുവുണ്ട്. ഷീപ്പ് ചെമ്മരി ആടുണ്ട്. ഷീപ്പ് അതാണ് ഷീപ്പ്. മയിലുകളുണ്ട്, ഒരു 7-8 മയിലുകളുണ്ട് കേട്ടോ. കോഴി. See, I always wanted to plug them. I'll go inside and plug them. ഇത് ഇവിടുത്തെ ഒരു കോഴിയാണ് കേട്ടോ, ഓസ്ട്രേലിയൻ കോഴി. ഇത് ടർക്കി കോഴി. ദിസ് ഈസ് യുവർ ഫേവറേറ്റ് റൈറ്റ്? അതിൻ്റെ ഉള്ളോട്ട് എങ്ങനെ കയറുക? കാണിച്ചു തരാം. എന്തൊരു പച്ചപ്പല്ലേ. ഏതോ ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ ഉള്ളിടത്ത് നിന്ന് മാറി നിന്നിട്ട് ഒരു വലിയ സ്ഥലം. ആ സ്ഥലം നിറച്ചും പച്ചപ്പും ഹരിതാപവും. ഇത് പേരെന്തായിരുന്നു? യു റിമെമ്പർ ഹർ നെയിം? അമ്മു. ദിസ് ഇസ് അമ്മു. നന്ദിനി. നന്ദിനി ഈസ് മദർ. കാമധേനു ഓൾസോ. അമ്മു ഷീസ് അമ്മു. ഇത് നമ്മളുടെ ഇവിടെ ഉള്ള, ഞാൻ പറഞ്ഞില്ലേ, റാണി അല്ലാത്ത മറ്റൊരാൾ അമ്മു. ആൾ ഇവിടെ തന്നെയാണ് കേട്ടോ കൂടുതലും ഉണ്ടാവുക. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം 4 മണിയൊക്കെ ആകുമ്പോഴത്തേ ഇവർക്ക് ഫീഡ് ചെയ്യാൻ വരും. നമ്മളിവിടെ നിന്ന് ഫീഡ് ചെയ്യാൻ വരും. ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്ദിനി ആൻഡ് കാമധേനു, റൈറ്റ്? കാമധേനു ഐ തിങ്ക്. പിന്നെ വേറെ ആർ ദ ഷീപ്സ്? ഐ ഗെസ് ഷീപ്സ് നമ്മളെ ചെമ്മരിയാടുകളൊക്കെ അവിടെയാന്ന് തോന്നുന്നു. അത് ഷീപ്പ് റൈറ്റ്? അവിടെ കാണാൻ അറിയില്ല. അതാണ് അമ്മു. I don't know whether we can go through this or the other route. There is the kangaroo family.
ഇവിടെ എന്നും റെഗുലർ ആയിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ ഇവർ. ഫുൾ ഫാമിലിയാണ്. എന്നും എല്ലാ ദിവസവും വരും എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഒരുവിധം. ഇവിടെ നമ്മൾ ലക്ഷ്മി ഉണ്ട്, നമുക്ക് പട്ടിക്കുട്ടികൾ. അപ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. എന്നും വരുന്നതാണ് കേട്ടോ ഇവിടെ. കണ്ട, ഈ ഫാമിലി എന്നും എല്ലാ ദിവസവും വരും എന്ന് പറഞ്ഞാൽ it has baby pouch. It has pouch. No, I don't. Regular people, right? കണ്ട, നമ്മളെ ഇവിടെ കണ്ട് കണ്ട് ശീലാണ്. ഇനിയിപ്പോൾ ചാടി പോകുമെന്ന് എനിക്കറിയില്ല. കാക്കനെ കാണിച്ചു തന്നെ, വൈറ്റ് പെയിന്റ് അടിച്ച പോലത്തെ കാക്കയായിട്ടുള്ള. ഓക്കെ, പോവാ. അഗൈൻ വിൽ ഷോ ദം പീകോക്ക്. വീഡിയോ എടുക്കുന്നത് എൻ്റെ ഭർത്താവ് ആയതുകൊണ്ട് കൂടുതലും നിങ്ങൾക്ക് മൃഗങ്ങളെ കാണാൻ പറ്റും എന്നേക്കാൾ കൂടുതൽ. കാരണം മൃഗസ്നേഹിയും നേച്ചർ സ്നേഹിയുമായ എൻ്റെ ഭർത്താവായിരിക്കും എടുക്കുന്നുണ്ടാവുക. കണ്ട, എല്ലാവരും സ്റ്റാച്ചു പോലെ നിൽക്കുന്ന. ഐ എം സ്പീക്കിംഗ് സ്റ്റിൽ, ഐ എം ഗിവിംഗ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഫ്രം ഹിയർ. ഇനി നമ്മളെ മയിൽ കുട്ടന്മാരെ കാണാം കേട്ടോ. എല്ലാവർക്കും ഓരോരോ പേരുകളുണ്ട്. കറക്റ്റായിട്ട് പേര് ഞാൻ പഠിച്ചിട്ടില്ല. കോഴി, മയിൽ, കണ്ടോ, വെള്ളമയിലുണ്ട് കേട്ടോ. വെള്ളമയിലിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് നമ്മളുടെ മയിൽ. ഇവിടെ എവിടെ ഞാനിങ്ങനെ പറയും. ഐ എം സേയിങ് ഐ എം നോട്ട് ഈവൻ നോയിങ് ദാറ്റ് യു ആർ റെക്കോർഡിങ്. തത്ത, പൂച്ചനെ മാത്രമല്ലേ, പൂച്ച ഇസ് നോട്ട് ഹിയർ. ക്യാറ്റിനെ മാത്രം കാണാനേ ഇല്ല കേട്ടോ. കാരണം ഇത്രയും പക്ഷികളൊക്കെ ഉണ്ടാകുമ്പം പൂച്ച നല്ലല്ലോ. സോ ഇതാണ് നമ്മളെ മയിൽക്കുട്ടന്മാർ. ദിസ് ഈസ് മോഹൻജീസ് ഹോം, റൈറ്റ്? ഇതാണ് മോഹൻജീൻ്റെ ഷാലി കോട്ടേജ്, വില്ല, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഇവർക്ക് കുറച്ച് പേടിയാട്ടോ. ഇത് ആൺമയിലും ഇത് പെൺമയിലും ആയിരിക്കാം. ഷീ പോക്ഡ് യു, റൈറ്റ്? ഇതാണ് കേട്ടോ വന്ന അപ്പം തന്നെ എൻ്റെ കൈക്ക്. പാവാണോ വെച്ചോ? കൊത്തരുത്. She ate. ഓക്കെ, പോവാ. നമ്മളെ റാണി അതാ അവിടെ. ഇത് നമ്മളിവിടുത്തെ വെജിറ്റബിൾ ഗാർഡൻ കം. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉണ്ട് ഇവിടെ. അവോക്കാഡോ ഉണ്ട്, ലെമൺ മെലണും ഉണ്ട്, പിന്നെ ബെൽ പെപ്പേഴ്സ് ഉണ്ട്, പംകിൻ ഉണ്ട്. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് നമ്മളുടെ വുഡ് സ്റ്റോറേജ് കാണാം. റാണീനെ കാണിച്ചു തരാം കേട്ടോ. ആൾ ഓടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ റാണീനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചിലപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് കുറച്ച് ദിവസം പരിചയമായിട്ടുണ്ടാവും. പോയി നോക്കാം, വരുമോ അറിയില്ല, ഓടുമെന്നും അറിയില്ല. നിൽക്കുകയാണെങ്കിൽ റാണീച്ചേ, ഓ ഹൗ ആർ യു? ഇതാണ് നമ്മളിവിടുത്തെ
ഏറ്റവും വലിയ വിശ്വസിക്കാൻ പറ്റുമല്ലേ നമുക്കൊരു മാനിനെ പെറ്റായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോരോ ഹണ്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടിരുന്ന അല്ലേ. ഷി വാസ് റെസ്ക്യൂ. യാ, റാണി. ഇതാണ് നമ്മളുടെ റാണി. എൻ്റെ ഫോട്ടോസിലും ഇവിടെ വന്ന അപ്പം തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വണ്ടറായിട്ട് തോന്നിയ ഒരാൾ. ഇറ്റ് വാസ് എ വണ്ടർ, റൈറ്റ്? റാണി. ഓക്കെ, ഇനി നമ്മളെ കിച്ചൺ കണ്ടു. ഇത് നമ്മളുടെ ഗറാഷാണ്. ഇതിവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ വരുമ്പം കൊമേഴ്ഷ്യൽ ടോയ്ലറ്റ്സ് ആണ് പുറത്തുള്ള. ഷീസ് ഫോളോയിങ് യു. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ജെട്ടിയിലോട്ടാണ്. ജെട്ടി, റൈറ്റ്? ചിലപ്പോൾ നമ്മളെ റാണി ഫോളോ ചെയ്ത് വരും കേട്ടോ. ഇത് വഴി ഇതിലൂടെ ഒരു വഴി ഉണ്ടെന്നാ പറഞ്ഞേ. പുറത്തിറങ്ങിയാൽ വേഗം ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? വെയിലും ഉണ്ട്, തണുപ്പും ഉണ്ട്. എന്നാൽ ജാക്കറ്റ് ഇടാൻ തൊട്ട് നടക്കാനും പറ്റില്ല. നമ്മൾ ഒരു ദിവസം ഫുൾ ടൂർ എടുത്തതാണ് കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്നും വഴികളൊക്കെ കാണുമ്പോൾ ഒരുപാട് സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ എങ്കിലും നടക്കാനുള്ള അത്രയും സ്ഥലങ്ങളുണ്ട്. ഇടയ്ക്ക് ഞാൻ കട്ട് ചെയ്യും കേട്ടോ, കാരണം കുറേ നടക്കാനുണ്ടായതുകൊണ്ട്. നിങ്ങൾക്ക് ഈ നേച്ചറൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഇടാം, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകുന്ന എനിക്ക് തീർച്ചയായിട്ടും അറിയാം. ഇത്രയും വലിയ സ്ഥലത്ത് ഇപ്പം ഇവിടെ ഉള്ളത് ഞാൻ ദുഷിച്ചേ. ഇപ്പം ഇവിടെ ഉള്ളത് ഞങ്ങൾ 2 പേരും, നമ്മളൊരു 5 പേരാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ആൾക്കാർ വന്ന് പോയി കളിക്കും. There are so many kangaroos, right? At least 20, maybe more. Not every day same people come, they go. ഈ വീഡിയോയിലൂടെ നമ്മളെ ലോകത്ത് എല്ലായിടത്തുള്ള ഓസ്ട്രേലിയയിൽ വന്നിട്ടുള്ള ഈ സെൻറ്ററിൽ വന്നിട്ടുള്ള ആൾക്കാർക്കും വരാത്ത ആൾക്കാർക്കും ഒക്കെ വേണ്ടി ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഞാൻ സബ് ടൈറ്റിൽസ് ഇടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് സബ് ടൈറ്റിൽസ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എല്ലാവർക്കും കാണാമല്ലോ എങ്ങനെയാണ് ഇവിടെയുള്ള സ്ഥലം എന്നും ഭംഗിയെന്നും. എന്തൊരു ഭംഗിയല്ലേ, എന്തൊരു ഭംഗി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സൗന്ദര്യം. ഒന്ന് ആലോചിച്ച് നോക്ക്. ആരെങ്കിലും ചിന്തിക്കും ഞാൻ എന്താ താർസനോ, ഒരു മാനിൻ്റെ കൂടെയൊക്കെ നടക്കാന്ന് പറയുന്നത്. ഐ ഫീൽ ലൈക്ക് ഐ എം താർസൻ, യു നോ. ഇതിനുള്ളിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ഫീലിംഗാ. ഇവിടെ വന്ന് ഇത്രയും ദിവസം പുറം ലോകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയൂല. ബട്ട് സ്റ്റിൽ അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ഇതല്ലേ നേച്ചർ. കുറച്ച് കാറ്റടിച്ചപ്പോഴത്തേക്കും ജലദോഷം വരാൻ. ഷീസ് ഫോളോയിങ് അസ് ദ ഹോൾ വേ. റാണി
You walked that day fully through this or car came? Alone you came. കാണിച്ചു തരാം കേട്ടോ. Through this or through this, Ashok? Oh, see this? Will it be soaked? ഇതാണ് കണ്ടോ, എന്തൊരു ഭംഗിയുള്ള സ്ഥലമല്ലേ. More rain came. ഇത് ബാക്ക് വാട്ടേഴ്സ് ആണ് കേട്ടോ. ഇവിടെ അടുപ്പിച്ചിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴ നല്ല സൂപ്പർ മഴയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഷുഗർ പറഞ്ഞിട്ട് ഇത്ര വെള്ളം ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം വെള്ളം കരയിലോട്ട് കയറി. പിന്നെയെന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ വെള്ളം വരുന്നത്. അപ്പം ഇവ രണ്ടും കൂടെ മിക്സായിട്ട് ആ ഫൊസിൽ വെള്ളം അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, കടലും പുഴയും. അപ്പം മുന്നത്തെ ഒരു ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര വൈൽഡായിട്ടുള്ള ബീച്ച്. പിന്നെ ഇപ്പോൾ മഴയും കൂടെ ആയതുകൊണ്ട് വേവ്സൊക്കെ ഭയങ്കര ഫോഴ്സിലാണ്. ഓൾമോസ്റ്റ് ഭയങ്കര ഫുള്ളായി. ഐ തിങ്ക് വാട്ടർ വിൽ ബി ഫുള്ളി ഹിയർ ആൻഡ് ഓൾ റൈറ്റ്. റാണി നമ്മളെ കൂടെ വന്ന് എൻജോയ് ചെയ്യുകയാണ്. റാണി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. യു ആർ സീയിങ് ഇറ്റ് ഓൾസോ ഫോർ ദ ഫസ്റ്റ് ടൈം റൈറ്റ്? ഇനി പോവാം. ഷീൽ കം എനിവേ. അങ്ങനെ നമ്മൾ ബാക്ക് വാട്ടേഴ്സ് കണ്ടു, നമ്മൾ ജെട്ടി കണ്ടു, മാഞ്ഞ കണ്ടു. ഇനി ഇവിടെ നടന്ന് നിങ്ങൾക്ക് ടൂർ തരികയാണെങ്കിൽ ഉണ്ടല്ലോ, ഫുൾ ഒരുപാട് സ്ഥലം കാണാനുണ്ട്. ഇങ്ങനെ പച്ചപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു പോകുന്നതിൻ്റെ മുന്നേ, അതായത് 2 ദിവസം കൂടിയേ ഉള്ളൂ, ഇതെനിക്ക് റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും. ഞാൻ പിന്നീട് അതാലോചിച്ച് വിഷമിക്കും. കാരണം ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ട് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് എൻ്റെ കോലൊന്നും നോക്കണ്ട. കാരണം ഇവിടെ നമ്മളുടെ എവ്രിഡേ റുട്ടീൻ, കുക്കിംഗ്, നമ്മളുടെ ജോലികൾ, അങ്ങനെ പറഞ്ഞ് ഒരു ദിവസം പോകുന്നത് നമ്മൾ അറിയുന്നേ ഇല്ല. ഇവിടെ എങ്ങനെയാണ് 3-4 ആഴ്ച ഇത്രയും പെട്ടെന്ന് പോയതെന്ന് തന്നെ നോ ഐഡിയ. പിന്നെ എൻ്റെ ലൈഫിലോട്ട് എങ്ങനെയാണ് മോഹൻജി വന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ബ്ലെസ് മൂമെൻറ്റ്. ഞങ്ങളെ കല്യാണത്തിനാണ്. ഭയങ്കര എന്താ പറയുക ഒരു വേറെ തന്നെ ഒരു ഫീലിംഗ് കാണാൻ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഷുഗറിൻ്റെ ഗുരുവായിരുന്നു. ഷുഗർ ഒരുപാട് വർഷമായി ആളുടെ കൂടെ എന്ന് പറഞ്ഞാൽ ആൾ ഓൾവേസ് ട്രാവലിംഗ് ആണ്. പക്ഷേ ഞാൻ അറിയാൻ തുടങ്ങിയത് എൻ്റെ കല്യാണത്തിനാണ്. 2023 ഞാൻ കാണുന്നത്. പക്ഷേ ഷുഗറിനെ കണ്ടുമുട്ടിയ അന്ന് തൊട്ടിട്ട് എനിക്ക് മോഹൻജീനെ അറിയാം. നമ്മുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിൽ നമുക്കൊരു അങ്ങനത്തെ ഒരാൾ വേണം കേട്ടോ. എപ്പം അങ്ങനെ ആലോചിച്ചാലും നമുക്കിങ്ങനെ ഉണ്ടാവും എന്നറിയുന്ന അങ്ങനത്തെ ഒരാൾ ഭയങ്കര ഒരു ഹീലിംഗ് ആണ്. എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്ഡ്. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ രണ്ടാളും കേട്ടോ, എല്ലാവരും ഈ ലോകത്ത് മോഹൻജീനെ അറിയുന്ന എല്ലാവരും ട്രൂലി ബ്ലെസ്ഡ് ആണ്. ഒരുപാട് ഗുരുക്കന്മാരില്ലേ, നമ്മളങ്ങനെ സ്പെസിഫിക്കലി ഇന്ന ആളടുത്ത് പോകണം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മൈൻഡിൽ എങ്ങനെയാണോ എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുപോലെ നമ്മുടെ ലൈഫിലോട്ടൊക്കെ ടൈം ആകുമ്പോൾ ആൾ വരും, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തി പോകണം. I don't know whether she will come.
അങ്ങനെ ഫൈനലി സൂര്യൻ വന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റിസപ്ഷൻ. നമ്മൾ കയറി വരുന്നതിന് ഇവിടെ എങ്ങനെയാണ് മെയിൻ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു വീടുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ ആക്ച്വലി നമ്മളുടെ ഒരു ദിവസം മൊത്തം സ്പെൻഡ് ചെയ്യുന്നത്. ആൾക്കാർ കുറച്ച് പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് ഫുഡ് അതാ നമ്മളെ ലക്ഷ്മി അവിടെ ഉണ്ട്. മെയിൻ ഹൗസാണ് കേട്ടോ ഇത്. നമുക്കവിടെ നമ്മളെ ശാല ഉണ്ടെങ്കിലും നമ്മളിവിടെയാണ് ഒരു ദിവസം മൊത്തത്തിലുണ്ടാവുക. കാരണം ഇവിടെ 2 ചോട്ട ലാബുകളുണ്ട് കേട്ടോ, കാളിയും ദുർഗയും. അത് ഞാൻ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ സത്സംഗ് ഹാളുണ്ട് ഉള്ളിൽ. കാരണം നമ്മളെ പ്രയറും മീറ്റിങ്സും ഒക്കെ നടക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. നമ്മൾ 2 പേരത്തെ ഒരു ദിവസം മുക്കാലും ഉറങ്ങാൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോകാറുള്ളത്. അപ്പം അത്രയും സമയം അവിടെയാണ് ഞങ്ങൾ ചിലവഴിക്കുന്നത്, ഫുഡ് കഴിക്കുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരേ സമയത്ത്. ഇതൊരു പ്ലേ ഗ്രൗണ്ട്. സമ്മറിൽ നമുക്ക് കളിക്കാനും നല്ലൊരു സ്ഥലം. ലക്ഷ്മി അവിടെ ഉണ്ട്. നമ്മളുടെ ലക്ഷ്മി കുട്ടി അതാ അവിടെ. ഇന്ന് റാണിയാണ് താരം. ഈ വീഡിയോയിൽ മൊത്തത്തിൽ ആളെ കണ്ട അപ്പം തൊട്ടിട്ട് ഫുള്ളായിട്ട് നമ്മളെ കൂടെ ഉണ്ട് ഈ വീഡിയോയിൽ. എനിക്കറിയില്ല കേട്ടോ എത്രത്തോളം മിങ്കിളാവുന്ന ഒരാളാണ് റാണിക്കുട്ടി. ഓ ലക്ഷ്മീനെ കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഞങ്ങളുടെ ലക്ഷ്മീനെ ഇവിടെ ഉള്ളൊരു മുഖ്യ മെമ്പറാണ്, മെയിൻ മെമ്പറാണ് ലക്ഷ്മി. കണ്ടപ്പോഴത്തേക്ക് ഓടി. ക്യാമറ ആയിട്ട് വരുന്നതുകൊണ്ട് അറിയാൻ തോന്നുന്നു. ആളുടെ സ്പോട്ടാണ് കേട്ടോ. അങ്ങനെ എപ്പോഴും കിട്ടുമെന്നില്ല, വല്ലപ്പോഴേ കിട്ടുള്ളൂ. റാണി ആളുടെ സേഫ് സ്പോട്ട് കയറി. റാണിയും ലക്ഷ്മി. ഇവിടെയുള്ള ആൾക്കാരുടെ പേരൊക്കെ ഭയങ്കര സ്പെഷ്യൽ. ഇതാണ് നമ്മളുടെ മെയിൻ ഹാൾ. ഇവിടെയാണ് കേട്ടോ നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുക. അമ്മേ കമ്മുക്കുട്ട. ഇവരാണ് നമ്മളുടെ മെയിൻ 2 ആൾക്കാർ, കാളിക്കുട്ടിയും ദുർഗക്കുട്ടിയും. വേണ്ട ഞങ്ങളുടെ ഡിയറസ്റ്റ്. ഇവിടുന്ന് സമയം പോകുന്ന അറിയില്ല. ഫുഡൊക്കെ കഴിച്ച് മെല്ലെ ഉറങ്ങി എണീച്ചാണോ എന്ന് എനിക്കറിയില്ല. ഉറങ്ങി എണീച്ചാണോ? ഈ വോക്കപ്പ് നമ്മളുടെ സ്വന്തം റാണി got used of us, I think. She gave us a full tour. ദുർഗാച്ചേ there you wanna go? You have to close. കോഫി. ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ കുടിച്ച സാധനം ഓട്സ് കോഫി ആയിരിക്കും കേട്ടോ. എൻ്റെ അമ്മ എന്തൊരു അടിപൊളി അറിയോ. എനിക്കറിയില്ല, എനിക്ക് പാൽക്കാപ്പീൻ്റെ ടേസ്റ്റ് തന്നെ മറന്നുപോയി. ഭയങ്കര ഭംഗിയുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. ഞാൻ വെള്ളമായതുകൊണ്ടാണ് സോക്സ് ചെരുപ്പിട്ടിട്ടില്ല, തണുപ്പുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല. നമ്മൾ നേരത്തെ കണ്ട ബാക്ക് വാട്ടേഴ്സാണ് കേട്ടോ. അത് ഫുള്ളങ്ങ് അറ്റത്ത് വലുതാ. അപ്പോൾ ഇത് സമ്മർ ആകുമ്പം നല്ല രസമായിരിക്കും ഇവിടുന്ന്. വെരി പ്രിറ്റി. അയ്യോ Baba, Shirdi Sai Baba. Baba, we call him Baba. They are very tired, I think.
ഇനി സത്സംഗ് വാഷ്റൂംസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് ആനന്ദചേട്ടൻ്റെ ഓഫീസ്. ഇവിടെ താഴേക്കൊക്കെ റൂമാണ് കേട്ടോ. ആൾക്കാർ വന്നാൽ, ഗസ്റ്റുകൾ വന്നാൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഒരു സീക്രട്ട് അണ്ടർഗ്രൗണ്ട് പാസേജ്. ഇതാണ് നമ്മളുടെ സത്സംഗ് ഹാൾ. ഇവിടെ നിന്നാണ് മെഡിറ്റേഷനും സത്സംഗുകളും ഒക്കെ നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മളൊരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. ഞങ്ങളുടെ വർക്കും ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നതും ഒക്കെ ഇവിടെ നിന്നാണ്. ഭയങ്കര പ്രിറ്റി പ്ലേസ്. നമ്മളിപ്പോൾ പോയ സ്ഥലങ്ങളൊക്കെ ഇവിടുന്ന് കുറച്ചായിട്ട് കാണാൻ പറ്റും. നേരത്തെ നമ്മൾ കങ്കാരൂവിനെ ഇങ്ങനെ കണ്ടുവന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ പോയ. സോ യെസ്, മോഹൻജീൻ്റെ ബുക്സും എഴുതിയിട്ടുള്ള മോഹൻജീൻ്റെ ബുക്സും എല്ലാം ഇവിടെ ഉണ്ട്. ഫുൾ നമുക്ക് ആളെ മിസ് ചെയ്യുന്ന പോലെ ഇവിടുന്ന് തോന്നിയിട്ടേ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെല്ലാ ഞായറാഴ്ചയും ഓൺലൈൻ വഴി കാണുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ ഫുള്ളി ഇവിടെ ഉണ്ട്. കണ്ടോ, ഫുൾ ടൈം നമ്മളിങ്ങനെ വാച്ചിങ് ആണ് ഇവിടെ ഉണ്ട്. സോ കഴിഞ്ഞു അല്ലേ? ദാറ്റ്സ് ഇറ്റ്. our വീഡിയോ ഇസ് ഡൺ. അപ്പം നമ്മളുടെ ഒരു ടൂർ എത്ര ലോങ് ആണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേ എനിക്കറിയുള്ളൂ. നമ്മളുടെ ഇന്നത്തെ ഒരു എന്താ പറയുക, ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷം എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഇവിടെ നിന്നായിരിക്കും ഉണ്ടാവുക. നമ്മളിങ്ങനെ വലിയ ബിൽഡിങ്സും വലിയ സ്ഥലങ്ങളുടെ അടുത്തൊക്കെ പോയി നമുക്ക് ആക്ച്വലി മടുക്കും അത്. കാരണം എല്ലാ ദിവസവും ആ ഒരു ബോക്സാണ് കാണുന്നത്. ലിറ്ററലി എല്ലാ ദിവസവും ആ ഒരു ബോക്സ്, മെട്രോ, ആൾക്കാർ, സെയിം ഫുഡ്. ഇവിടെ വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലും ഫുഡ് സ്പോട്ട്സ് ഇല്ല എന്നല്ല, ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷം എനിക്കിഷ്ടമുള്ളത് കുക്ക് ചെയ്യാൻ പറ്റി. ഇവിടെയുള്ള എല്ലാവരും കുക്ക് ചെയ്യുന്നത് കഴിക്കാൻ പറ്റി. നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഹെൽത്തി ഭക്ഷണം കഴിച്ചു. പിന്നെ ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഇനിയിപ്പം നാട്ടിലെത്തിയിട്ട് 24-ാം തീയതി ഞങ്ങൾ നാട്ടിലെത്തും. ഇത് ആക്ച്വലി ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ടുഡേയ്സ് 21st 22nd. അതാ ഡേറ്റ് പോലും അറിയില്ല. എന്താ ശനിയാണോ ഞായറാണോ തിങ്കളാണോ, ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ ദിവസം പോകുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എനിക്കൊന്നും എല്ലാവരും അമ്മനെ വിളിക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. ഇനിയിപ്പം നാട്ടിലുള്ള കാര്യങ്ങളായിരിക്കും. നാട്ടിൽ പോയി ഞങ്ങൾ തിരിച്ച് മാസിഡോണിയയ്ക്ക് പോവും. കുറച്ച് ദിവസം ഉണ്ടാവും, ഒരു 20-30 ദിവസം നാട്ടിലുണ്ടാവും. ഇനി നാട്ടിലേക്കും കാഴ്ചകൾ, വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. അത് വീഡിയോ ആയിട്ട് വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഷോർട്സ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഈ വീഡിയോ മോഹൻജീൻ്റെ എല്ലാ ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണം. ഞങ്ങളുടെ ഓസ്ട്രേലിയയിൽ വന്ന് വെസ്റ്റ്, അങ്ങനെ ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരുപാട് രാജ്യങ്ങളിലുണ്ട് കേട്ടോ. US-ഉം സ്ലോവേനിയ, സെർബിയ, അങ്ങനെ എല്ലാ രാജ്യത്തും ഞങ്ങൾക്കും പോകാൻ പറ്റട്ടെ. ഞാനിങ്ങനെ വെയിറ്റിംഗ് ആണ് എല്ലാ സെൻറ്റേഴ്സും ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മോഹൻജിയോട് ഒരുപാട് സ്നേഹം. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ അടുത്തുനിന്നും ഷുഗറിൻ്റെ അടുത്തുനിന്നും ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.